ഇതാ പുറത്ത് നല്ല മഴയാണ്, ഇടിയും മഴയും കാറ്റും. അപ്പം അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കാപ്പിയും നല്ല മുരിഞ്ഞ ചക്ക പക്കോടയും. ഓക്കെ, ഇത് ചക്കക്കുരു പുഴുങ്ങിയത്. ഇനി ഇത് നമുക്ക് നല്ല അടിപൊളി ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള വട ഉണ്ടാക്കാം. അപ്പോൾ ഇത് പുഴുങ്ങിയതാണ്, ഉപ്പിട്ടിട്ട് പുഴുങ്ങിയ. ഇനി ഇതിന് നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. പുഴുങ്ങി വെച്ച ചക്കക്കുരു അത് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 3 ടീസ്പൂണ് കടലമാവ്, 3 ടീസ്പൂൺ കടലമാവ്, പിന്നെ ഒരു ടീസ്പൂണ് മൈദമാവ്, പിന്നെ ഇതാ ഒരു 3 വലിയ സവാള, ഒരു പിടി കറിവേപ്പില, ഇതായി എരിഞ്ഞ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇട്ടോളുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചുവന്ന മുളകിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല. എന്നിട്ട് ഇത് നല്ലോണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും തൊടാണ്ട് കുഴച്ചെടുക്കുക. അഥവാ കുഴവ് പോരെങ്കിൽ ഒരല്പം വെള്ളം നനച്ചു കൊടുക്കുക. ഇത് കുറച്ചൊന്ന് ഒരല്പം വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഏറ്റവും ഹെൽത്തിയായ ഒരു പഴവർഗ്ഗമാണ് ചക്കക്കുരു. അതിലേറെ ഹെൽത്തിയാണ്. ഞങ്ങളാരും സാധാരണ കഴിക്കാറില്ല. നിങ്ങൾ കറിയിലെല്ലാം ഇടുന്നതല്ലാണ്ട്, ഈ പരിപ്പ് കറിയിലെല്ലാം ഇട്ട് വെക്കുന്നതല്ലാണ്ട് ഞങ്ങൾ ചക്കക്കുരു ഡിഷായിട്ടും പല ആഹാരങ്ങളായിട്ടൊന്നും കഴിക്കാറില്ല. നിങ്ങൾ ഒരു ദിവസം ഇതേപോലെ ഒന്ന് കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് ഒന്ന് ചെയ്തു നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചക്കക്കുരു ഉപയോഗിക്കുമ്പോൾ ആ ചക്കക്കുരുയുള്ള ചുവന്ന ഭാഗം നിങ്ങൾ ചുരണ്ടി കളയാതിരിക്കുക. അതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. അത് ഒരുപാട് രോഗങ്ങൾക്ക് ഫലപ്രദമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചുവന്ന ഭാഗം ചുരുണ്ടാതെ ഉപയോഗിക്കാം. ഇത് നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ സർവ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി നുള്ളി ഇട്ട് കൊടുക്കുക. തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക. നിങ്ങളെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, മസ്റ്റായിട്ട്. പുറത്ത് നല്ല മഴയാണ്, ഇടിയും മഴയും കാറ്റും. അപ്പം അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കാപ്പിയും നല്ല മുരിഞ്ഞ ചക്ക പക്കോടയും. ഓക്കെ.